ഹലോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മണി ബോക്സ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഏത് സൈഡാണോ നമ്മൾ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈഡിൽ ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഒന്നുകിൽ ബ്ലേഡ് വെച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന തെർമോക്കോൾ കട്ടർ അല്ലെങ്കിൽ പേപ്പർ നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ ചെറിയ കാർഡ്ബോർഡ് പീസ് ആ ബോക്സിൻ്റെ അകത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ആ ബോക്സിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ബോക്സ് അടക്കുന്ന സമയത്ത് ബോക്സ് നല്ല കറക്റ്റായിട്ട് തന്നെ അടഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട. കാരണം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളിത് പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് പോലും പൈസ അതിൽ കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടച്ചു വെക്കുമ്പോൾ അത് സെക്യൂർ ആണെന്ന് നമ്മൾ വേണം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നടുവേ മടക്കിയിട്ട് ഒന്നുകിൽ കത്രിക വെച്ച് അതല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പേപ്പറാണ് കിട്ടുന്നത്. ഒരെണ്ണം ബോക്സിൻ്റെ ഒരു സൈഡിലും മറ്റേ പീസ് ബോക്സിൻ്റെ അടുത്ത സൈഡിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പേപ്പറിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര മാർക്കിങ്സ് ലൈൻസ് ഉണ്ടാക്കിയിട്ട് ഓരോ കോളത്തിലും നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതി കൊടുക്കാവുന്നതാണ്. ടോട്ടൽ ചെയ്ത് ബോക്സിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ ബോക്സിൻ്റെ താഴെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് എഴുതി വെക്കുക എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ഞാനിപ്പം പെൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പെന്ന് വെച്ചിട്ട് ലൈൻസ് ഉണ്ടാക്കി ഒരു കോളത്തിൻ്റെ അകത്ത് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ ആ എമൗണ്ട് ഞാൻ ആ ബോക്സിൻ്റെ പുറത്ത് എഴുതി കൊടുക്കുന്നുണ്ട്. പെൻസിൽ വെച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം പെണ്ണുകൊണ്ടേ യൂസ് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബോക്സിൻ്റെ മൂൾ സൈഡ് ഒന്ന് സീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ ഡബിൾ സൈഡ് ടേപ്പ് അതല്ലെങ്കിൽ ഗം വെച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ അടച്ചു വെക്കണം. ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡഡ് സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീരും. ഇനി നമ്മളെ ബോക്സിൻ്റെ സൈഡിൽ ഗമ്മ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച പേപ്പറില്ലേ ആ പേപ്പർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ പശ വെച്ചിട്ട് അടർന്നു പോവാത്ത വിധത്തിൽ വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ മണി ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ തവണ നമ്മൾ എത്ര എമൗണ്ട് ആണോ ആ ബോക്സിൽ ഇടുന്നത് ആ എമൗണ്ട് പുറത്ത് എഴുതിയിട്ടുള്ള ആ മാർക്കിങ്ങിൻ്റെ അത് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.